എല്ലാവർക്കും നമസ്കാരം. ഇത് എൻ്റെ വീടിൻ്റെ മുറ്റമാണ് കേട്ടോ. അപ്പോൾ രാത്രിയാകുമ്പോൾ എനിക്കിങ്ങനെ കുറേ കാവൽക്കാരുണ്ട് കേട്ടോ. രാത്രിയായ ഒരു 10-15 എണ്ണം ഉണ്ടാവും മുറ്റത്ത് ഇറങ്ങാനിപ്പോൾ നല്ല പേടിയാണ്. അതുകൊണ്ട് ഗേറ്റൊക്കെ ഞാൻ സന്ധ്യയ്ക്ക് പോയിട്ട് അടച്ചിട്ട് വരികയാണ്. ഇപ്പോൾ ഇത് കുറച്ച് ദിവസമായി കാണാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ഗേറ്റ് സന്ധ്യയ്ക്ക് അടയ്ക്കും. പിന്നെ ഞാൻ പുറത്തിറങ്ങാറില്ല പേടിച്ചിട്ട്. കാരണം പല സ്ഥലത്തും റാബീസൊക്കെ ഉണ്ടെന്ന് കേൾക്കുന്നുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ പുറത്തിറങ്ങാറില്ല. അപ്പോൾ ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? ഇപ്പം തന്നെ ഒരു 10 എണ്ണം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ എണ്ണി നോക്കിയിട്ടൊരു 9 എണ്ണോ 10 എണ്ണോ ഞാൻ കണ്ടു. നേരത്തെ ഇതിലും കൂടുതൽ കണ്ടിട്ടുണ്ട് ചില ദിവസങ്ങളിലൊക്കെ. അപ്പോൾ കുറേ കാവൽക്കാരുണ്ട് കേട്ടോ എനിക്ക്. അപ്പോൾ ഞാൻ ഇവരെ അകറ്റാൻ വേണ്ടിയിട്ട് നെറ്റ് തപ്പി. അപ്പം ഇൻ്റർനെറ്റിൽ തപ്പിയപ്പോൾ, ഗൂഗിളിൽ തപ്പിയപ്പം വിനീഗറിൻ്റെ സ്മെല്ല് ഇവർക്ക് വിഷമാണ് എന്ന് കണ്ടു. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു റെമഡി അതേ ഉള്ളൂ. അപ്പോൾ ഞാൻ വെള്ളത്തിൽ വിനീഗർ കുറച്ച് നന്നായിട്ട് കലക്കിയിട്ട് മുറ്റം മുഴുവൻ ഞാൻ സ്പ്രേ അടിച്ചതാണ്. അപ്പോൾ സിറ്റ് ഔട്ടിലും ഒക്കെ ഞാൻ സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് സിറ്റ് ഔട്ടിലേക്ക് അങ്ങനെ കയറുന്നില്ല. മുറ്റത്ത് നമ്മുടെ വീടിൻ്റെ അടുത്തോട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മുറ്റത്ത് നിന്നാണ് ഇവരുടെ കളി. ഇന്ന് ഞാൻ മുറ്റത്തും അടിച്ചിട്ടുണ്ട്, പക്ഷേ മുറ്റത്ത് വേണ്ടത്ര ആയിട്ടുണ്ടാവും തോന്നുന്നില്ല. ഗേറ്റിനടുത്തൊക്കെ നന്നായിട്ട് സ്പ്രേ അടിച്ചിട്ടുണ്ട്. അപ്പോൾ മതിൽ കയറിയിട്ട് വരാൻ തുടങ്ങി. ഇനിയിപ്പോൾ മതിലിൻ്റെ അടുത്തും അടിക്കണം. അപ്പോൾ വിനീഗറാണ് എൻ്റെ മരുന്ന്. ഇത് നമുക്ക് പയറ്റി നോക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഡോഗ്സ് ഇങ്ങനെ നമ്മുടെ സിറ്റ് ഔട്ടിലൊന്നും കയറാതിരിക്കാൻ വിനീഗർ വെള്ളത്തിലാക്കിയിട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. സ്പ്രേ ഗൺ കിട്ടുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കിങ്ങനെ സിറ്റ് ഔട്ടിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. പണ്ടെല്ലാവരും കുപ്പി വെക്കുന്നത് കണ്ടിട്ടുണ്ട്. കുപ്പിയിൽ വെള്ളമാക്കിയിട്ട് വെക്കും നായ കയറാതിരിക്കാൻ. അത് വെറുതെയാണ്, അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. അവർക്ക് ഇഷ്ടപ്പെടാത്ത ചില സ്മെല്ലുകളുണ്ട്. അപ്പോൾ വിനീഗറിൻ്റെ സ്മെല്ല് അവർക്ക് ഇഷ്ടമല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് വിനീഗർ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർ നമ്മുടെ സിറ്റ് ഔട്ടിലൊക്കെ കയറുന്നതിന് കുറച്ച് വ്യത്യാസം ഉണ്ടാവും. ഞാനിപ്പോൾ അതാണ് ചെയ്യുന്നത്. സിറ്റ് ഔട്ടിലേക്ക് അതുകൊണ്ട് അങ്ങനെ കയറാറില്ല. പുറത്ത് ചെരുപ്പൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒക്കെ കടിച്ചുകൊണ്ട് പോകും. പക്ഷേ വലിയ ശല്യങ്ങളൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ. നമ്മളിപ്പോൾ വാതിൽ അഥവാ തുറക്കുകയാണെങ്കിൽ ഒരു പെട്ടെന്ന് ഓടിപ്പോകുന്നൊക്കെ ഉണ്ട്. ഒരു പേടിയൊക്കെ കാണിക്കുന്നുണ്ട് അവർ. നമ്മുടെ ആക്രമിക്കാനൊന്നും വരുന്നില്ല. പക്ഷേ എന്നാലും ഇതത്ര സേഫാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ രാത്രിയായാൽ പുറത്തിറങ്ങാറില്ല പേടിച്ചിട്ട്. കാരണം ഇത് ഗ്രൂപ്പാകുമ്പോൾ ഇവർക്ക് എന്താ പറയുക, കുറച്ച് വികറസാവാനൊക്കെ സാധ്യതയുണ്ട്. ഒരു പെട്ടെന്ന് ഇങ്ങനെ വയലൻ്റ് ആവാനൊക്കെ സാധ്യതയുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ പുറത്തിറങ്ങാറില്ല അധികം. അപ്പോൾ ഇതാണ് രാത്രി എൻ്റെ വീടിൻ്റെ മുറ്റത്തെ അവസ്ഥ കേട്ടോ. ഇത് CCTVയിലെ ദൃശ്യങ്ങളാണ്. അത് തന്നെ ഞാൻ ഇങ്ങനെ ബ്രേക്ക് ചെയ്തിട്ട് അവർ ഉള്ള ഭാഗം മാത്രം എടുത്തിട്ട് കൊടുത്തതാണ്. കുറച്ച് സ്പീഡപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ, പെട്ടെന്ന് അവസാനിക്കാൻ വേണ്ടിയിട്ട്, അധികം സമയം ലാഭിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് സ്പീഡപ്പ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നടക്കുക, പിന്നെ മുറ്റത്ത് കിടന്ന് ഉറങ്ങുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. രാത്രി ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ ഇടയ്ക്ക് പുറത്ത് പോവും. പിന്നെയും വരും. പിന്നെയും വന്നിട്ട് ഈ മുറ്റത്താണ് അവരുടെ താമസം തോന്നുന്നു. എനിക്കറിയില്ല, ഇങ്ങനെ വിശാലമായ സുഖമായിട്ടിരിക്കാമല്ലോ, അതുകൊണ്ടാണോന്നും അറിയില്ല. പിന്നെ കടവാതിൽ വവ്വാലൊക്കെ ഉണ്ടാവുമല്ലോ പറക്കുന്നത്, അതിനെയൊക്കെ കാണുമ്പോൾ ഓടിപ്പോവും. പൂച്ചേനെ കാണുമ്പോൾ പൂച്ചേനെ കുറേ ഓടിക്കും. ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് കാണാം. CCTV ഫുട്ടേജിൽ നിന്നാണ് ഞാനിതൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, രാത്രി പുറത്തിറങ്ങുമ്പോൾ ഇത്തരം സ്ട്രേ ഡോഗ്സ് ഉണ്ടാവും. അപ്പോൾ വളരെയധികം കെയർഫുള്ളായിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ കടിയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണല്ലോ. അപ്പോൾ ഇതിന് ഒരു റെമഡി ഞാൻ പറഞ്ഞത് വിനീഗർ, നമുക്ക് പെട്ടെന്ന് ചെയ്യാവുന്നത്. പിന്നെ ആമസോണിൽ ഡോഗ് റിപ്പലൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു സ്പ്രേ ഉണ്ട്. അത് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്, വന്നിട്ടില്ല കേട്ടോ. അത് വന്നിട്ട് അതിന് എത്രത്തോളം ഫലവത്താണെന്നുള്ളത് നമുക്കറിയില്ല. ഡോഗ് റിപ്പലൻറ്റ് നല്ലതാണെന്നാണ് ഗൂഗിളിൽ പറയുന്നത്. അതും നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഇങ്ങനെ പട്ടികൾ വരുന്നതിന്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടേ ഉള്ളൂ, സാധനം വന്നിട്ടില്ല. ഞാൻ അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ. ഓക്കെ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ വീട്ടിലെ ഒരു അവസ്ഥ.
അപ്പോൾ CCTV ഫുട്ടേജാണ്. ഇതൊരു 10 മണി ഒക്കെ കഴിഞ്ഞിട്ടുള്ള അവസ്ഥയാണ് കേട്ടോ. 10 മണിയൊക്കെ കഴിഞ്ഞാലേ അവർ വരുള്ളൂ. നേരത്തെ ഒന്നും വന്ന് നമ്മളെ ശല്യമൊക്കെ ഒന്നുമില്ല. ഒരു 10 മണി കഴിഞ്ഞാലേ വരുള്ളൂ. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം വിടും, പുറത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെയും വരും. അങ്ങനെയാണ്, കണ്ടില്ലേ. ഇപ്പോൾ അത് മതിൽ കയറി പുറത്തേക്ക് ഇങ്ങനെ പോകാൻ വേണ്ടിയിട്ട് അവിടം വരെ കയറി. എനിക്ക് ചിലപ്പോൾ എന്തെങ്കിലും ജീവികളെ കണ്ടിട്ടാവാം അങ്ങോട്ട് ഓടിപ്പോയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അതുപോലെ അതേ വേഗത്തിൽ തിരിച്ചു വരുന്നതും കാണാം. കണ്ടില്ലേ, എല്ലാം കൂടെ അതാ തിരിച്ചു വരുന്നു. ഇത് മറ്റൊരു ക്യാമറയിലെ ഫുട്ടേജാണ് കേട്ടോ. ഇന്നലത്തെ ഫുട്ടേജാണ്. ഇന്നലെ ഞാൻ അധികം വിനീഗർ അടിച്ചിട്ടുണ്ടായിരുന്നില്ല. സിറ്റ് ഔട്ടിൽ മാത്രമേ അടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. സ്റ്റെപ്പിന് ആ ഒരു ഗേറ്റ് പോലെയുണ്ട് സിറ്റ് ഔട്ടിൽ, അവിടെയും അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സിറ്റ് ഔട്ടിലേക്ക് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ കയറിയില്ല. താഴെയാണ് കിടന്നുറങ്ങുന്നതൊക്കെ. അപ്പോൾ 2-3 എണ്ണേ ഉള്ളൂ, ബാക്കിയെല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ ഒരു 10-15 എണ്ണം വന്നിട്ടുണ്ടായിരുന്നു ഒരു 10 മണിയൊക്കെ ആയപ്പോൾ. പിന്നെ ബാക്കിയെല്ലാം പോയി, ഒരു 2-3 എണ്ണം മാത്രമേ ഉള്ളൂ. കണ്ടോ, സ്റ്റെപ്പിൻ്റെ അടുത്തേക്ക് വന്ന് സ്മെല്ല് ചെയ്തൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ സ്മെല്ല് പിടിക്കാനിട്ടാണെന്ന് തോന്നുന്നു അവർ. ഞാൻ ആ ഗേറ്റിൻ്റെ മുകളിലൊക്കെ അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു വിനീഗർ. അപ്പോൾ താഴെ വന്നിട്ട് കിടക്കുകയാണ് അവർ. അപ്പോൾ വിനീഗർ ഒരു ഇഫക്റ്റീവായിട്ടുള്ള റെമഡി തന്നെയാണ് കേട്ടോ. അത് കുറച്ച് സ്ട്രോങ് ആയിട്ട് തന്നെ ചെയ്യണം. അധികം വെള്ളത്തിൽ 1 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിനകത്ത് ശരിക്കും നന്നായിട്ട് ഒരു 2-3 ഔൺസ് ഒഴിച്ചാൽ മതി. അപ്പോൾ ശരിക്കും അതിൻ്റെ സ്മെല്ല് വരും. ആ രീതിയിൽ സ്പ്രേ ചെയ്താൽ മതി. പിന്നെ ഇവർ പിന്നെ പരിസ്ഥിതിക്ക് ആവശ്യമാണല്ലോ. എലികളെയൊക്കെ ഒരുപാട് തിന്ന് നശിപ്പിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് ഉപകാരികളാണ് ശരിക്ക് ഇവർ. അതുപോലെ നമ്മുടെ പരിസരത്തൊക്കെയുള്ള മാലിന്യങ്ങളും ഒക്കെ തിന്ന് നശിപ്പിക്കുമല്ലോ. അപ്പോൾ പരിസ്ഥിതിക്ക് വളരെയധികം ആവശ്യമാണ് ഈ സ്ട്രേ ഡോഗ്സ്. പക്ഷേ അസുഖങ്ങൾ വരാതെ ശ്രദ്ധിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നലത്തെ ഒരു ഫുട്ടേജാണിത്. പിന്നെ കള്ളന്മാർക്കും ഒക്കെ ഒത്തിരി പേടിയുണ്ടാവും നായ്ക്കളിങ്ങനെ ഉണ്ടാകുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെയുള്ള ഗുണങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ എന്നാലും ഒരുപാട് ദോഷങ്ങളുണ്ട്. ഞങ്ങൾ നായപ്രേമികളാണ്, അതുകൊണ്ട് ദ്രോഹിക്കാറില്ല അവരെ കൊണ്ട് വലിയ ശല്യമൊന്നുമില്ല. അവരിങ്ങനെ വന്ന് രാത്രി ഇങ്ങനെ മുറ്റത്തുനിന്ന് കളിക്കുന്നുള്ളത് മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പോൾ പരിസ്ഥിതി സംരക്ഷണത്തിന് ഇവരുടെ റോള് വലുതാണല്ലോ. അതുകൊണ്ട് ശരിക്കും ഇവരെ കണ്ടമാനം നശിപ്പിക്കുമ്പോൾ നമ്മുടെ എന്താ പറയുക, പകർച്ചവ്യാധികളൊക്കെ കൂടാനുള്ള സാധ്യതകളുണ്ട്. മാലിന്യം വർദ്ധിക്കും, എലികൾ വർദ്ധിക്കും, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ട്രേ ഡോഗ്സിനെ നമ്മൾ ഒരിക്കലും പൂർണ്ണമായിട്ടും നമ്മൾ എന്താ പറയുക നശിപ്പിക്കാൻ പാടില്ല. അത് പരിസ്ഥിതിക്ക് ഏറ്റവും ആവശ്യമാണല്ലോ. അപ്പോൾ എന്തായിരുന്നാലും എല്ലാവരും ശ്രദ്ധിക്കുക. നമുക്ക് ആവശ്യമാണ്, എന്നാലും നമ്മൾ രോഗങ്ങൾ എന്താ വെച്ചാൽ റാബീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ടല്ലോ, അതുമാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. മറ്റത് ഇവർക്ക് വേറെ ശല്യങ്ങളൊന്നും നമുക്ക് ഉണ്ടാക്കുന്നില്ല, അതുകൊണ്ട് നമ്മളത്ര കാര്യമാക്കാറില്ല. ഭയങ്കര കളിയാണ് രാത്രി. ഇതിപ്പോൾ 12 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഏകദേശം 11 മണി, 11 മണിക്ക് ശേഷമാണ് അവരുടെ കളികളൊക്കെ കേട്ടോ. ഉറക്കമൊന്നുമില്ല ആ സമയങ്ങൾക്ക്. നല്ല കളിയാണ്. രണ്ടാളും കൂടെ അടിപിടിയൊക്കെ കൂടുന്നുണ്ട് അവിടുന്ന്. അപ്പം നല്ല രസമാണ് ഇവരുടെ കളി കണ്ടിരിക്കാൻ, നല്ല രസമാണ്. പക്ഷേ എന്താ പറയുക, മുറ്റത്തിടയ്ക്ക് കാഷ്ടിച്ചൊക്കെ വയ്ക്കും, അതാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും കാണാറില്ല. നേരത്തെ ഉണ്ടായിരുന്നു പണ്ട്. ഇപ്പം അങ്ങനെ മുറ്റത്തൊന്നും വൃത്തികേടാക്കി വയ്ക്കുകയൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കംപ്ലയിൻറ്റ് ചെയ്തിട്ടൊന്നുമില്ല.